തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുൻവശത്തുള്ള ഫുട്പാത്തിലേക്ക് കാർ ഇടിച്ചു കയറി 4 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ തൊഴിലാളികളെയും വഴിയാത്രക്കാരെയുമാണ് കാർ ഇടിച്ചത്. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായതെന്നുള്ള കാര്യമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു അറിയിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരമൊരു ദാരുണമായൊരു അപകടം നടന്നിരിക്കുന്നത്. ചാക്കയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന റോഡിലാണ്. ജനറൽ ഹോസ്പിറ്റലിന് മുൻവശത്തായാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ജനറൽ ഹോസ്പിറ്റലിന് മുൻവശം ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തേക്ക് ഇടിച്ചു കയറുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാറാണ് ഇടിച്ചു കയറിയത്. കാറിലുണ്ടായിരുന്ന 2 പേരായിരുന്നു. ഇവർക്ക് ഇതിലൊരാൾക്ക് പരിശീലനം നൽകവെയാണ് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഫുട്പാത്തിൽ നിൽക്കുന്ന ആളുകളായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കൈവരി ഇളകി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഒരു കൈവരി ഇളകി പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായി. കാർ അവിടെ നിന്ന് തെറിച്ച് വന്ന് ഈ ഒരു കൈവരി ഇളകിപ്പോയി അവിടെ ഇടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന 2 പേരാണ്, 2 ഓട്ടോ ഡ്രൈവർമാർക്കാണ് പരിക്കേറ്റത്. മറ്റ് ഓട്ടോ വിളിക്കാനായി ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരു കുട്ടിക്കും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുരുഷനും പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കാറിലുണ്ടായിരുന്ന 2 വ്യക്തികൾക്കും അവർക്ക് യാതൊരുവിധ പരിക്കുകളും ഉണ്ടായിട്ടില്ല. വിഷ്ണുനാഥ് എന്ന് പറയുന്നൊരു യുവാവും അദ്ദേഹത്തിൻ്റെ ഒപ്പം മറ്റൊരു പുരുഷനുമാണ് ഉണ്ടായിരുന്നത്. എയർ ബാഗുകളെല്ലാം പുറത്തു വന്നൊരു സ്ഥിതി നമുക്കിതിൽ കാണാൻ സാധിക്കും. അവരിപ്പോൾ സുരക്ഷിതരാണ്. അവർക്ക് യാതൊരുവിധ പരിക്കും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ അപകടം നടന്നെടുത്ത് 4 പേർക്കും പരിക്കുകളെല്ലാം തന്നെ ഗുരുതരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് കാറിൻ്റെ മുൻവശം നോക്കിയാൽ മനസ്സിലാകും. അത്രയും പരിക്കുകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊരു സംഭവം നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമാകുകയാണ്. എന്തായാലും ഈ 4 പേരെയും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. ഈ 4 പേരുടെയും നില ഗുരുതരമാണ്. മറ്റു വിവരങ്ങളെല്ലാം തന്നെ ഇനി വരും മണിക്കൂറിലായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ക്യാമറമാൻ രഞ്ജിത്തിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.